ഗൈസ്, നിങ്ങളെ കയ്യിലൊരു ഗെയിമിംഗ് ചാനൽ ഉണ്ടല്ലേ? എനിക്കറിയാം, 1-2 വീഡിയോസ് ആണ് അല്ലേ? അപ്പോൾ നിങ്ങളും സ്റ്റാർട്ട് ചെയ്തൊരു യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾക്കും വേണം എന്താ മറ്റേ ടെക്സ്റ്റ് ഇങ്ങനെ സ്ക്രീനിൽ വന്നിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ലൈക്ക് ഇത് ചുമ്മാ ഇൻട്രോസ് എന്ന് വെച്ചാൽ വീഡിയോയിൽ വളരെയധികം കിടുക്കം വൈബ് വരും. ഓക്കെ, നമ്മളെ ചാനലിൽ കിടുക്കം, നമ്മളെ ചാനലൊരു പ്രത്യേകത ടീം തന്നെ നമ്മളെ ഇൻട്രോ തരും. സോ ഓഡിയൻസ് ഇങ്ങനെ കണ്ടിരുന്ന് പോവുക. ലൈക്ക് നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണുന്ന ക്രേസി ആയിട്ടുള്ള ഇൻട്രോ നിങ്ങളെ ഫോൺ വെച്ച് 2 മിനിറ്റിന് താഴെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നിങ്ങളെ ചാനലിൻ്റെ പേരും നിങ്ങളുടെ ഫോട്ടോയും ജസ്റ്റ് ഒട്ടിച്ചെടുത്താൽ സംഭവം സെറ്റാവും. പിന്നെ വേറെ സംഭവം കൂടി ഉണ്ട്. നിങ്ങൾ വീഡിയോ ഇങ്ങനെ കണ്ട് രസിച്ചിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു കാര്യം മറന്നു കേസ്. അതാണ് നിങ്ങൾ താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു സബ്സ്ക്രൈബിൻ്റെ ചുമന്ന ബട്ടൺ രണ്ടും ഞെക്കി ഒന്ന് വിളിപ്പിക്കുക. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗെയിമിംഗ് ഇൻട്രോയ്ക്ക് വേണ്ടി വന്ന ആൾക്കാരൊക്കെ കൂടി വന്നാൽ സോ നമ്മൾ ഇപ്പോൾ ഒരു സംഭവം നോക്കാൻ പോവാണ്. ഇതൊരു സൈറ്റാണ്. ഇതിലൂടെ നമുക്ക് ഒരു വാട്ടർമാർക്ക് കിട്ടത്തില്ല. ജസ്റ്റ് നിങ്ങളെ പേരടിച്ചു കൊടുത്താൽ സംഭവം സെറ്റാവും. സോ ഇത് സംഭവം വെച്ചാൽ കുറേ പേർക്ക് ഇതിനെക്കുറിച്ച് അറിയാം. പക്ഷേ ഇതിനകത്ത് എങ്ങനെ ഇൻട്രോ ഉണ്ടാക്കുന്നത്, ഇതിനകത്ത് എങ്ങനെ പേരൊക്കെ ആഡ് ചെയ്യുന്നതെന്നാണ് കുറേ പേർക്ക് അറിയാത്ത. സോ ഞാൻ എല്ലാം കാണിച്ചു തരാം. നിങ്ങൾ ഫോൺ ജസ്റ്റ് എടുത്തിട്ട് ജസ്റ്റ് നിങ്ങളെ ഗൂഗിൾ ക്രോമിൽ പോവുക. ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ PC ഉണ്ടെങ്കിൽ PC യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ മൊബൈലിൽ എല്ലാവർക്കും കാണിക്കുകയാണ്. സോ മൊബൈലിൽ പോയിട്ട് ജസ്റ്റ് നമ്മൾ panzoid.com എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. ജസ്റ്റ് panzoid.com അല്ലെങ്കിൽ panzoid എന്ന് പറഞ്ഞ അടിക്കുമ്പോൾ ഇവിടെ സൈറ്റ് വരും. ഇത് നെക്കി ഓണാക്കുക. ഓക്കെ, സോ സൈറ്റിൽ നെക്കി കഴിഞ്ഞാൽ ഇതുപോലൊരു സംഭവം ഇവിടെ തുറന്നു തരും. നമ്മൾ താഴോട്ട് പോയാൽ ഡയറക്റ്റ് നമുക്ക് എല്ലാ പേരും ഇൻട്രോസും കാര്യങ്ങളൊക്കെ കാണുന്നേക്കും. പക്ഷെ നമുക്ക് കുറേ അധികം ഓപ്ഷൻസ് വേണം. നമുക്ക് ട്രെൻഡിങ് പേജിൽ പോകണം. സോ അതിനുവേണ്ടി ജസ്റ്റ് ക്ലിക്ക് മേക്കർ എന്ന് പറഞ്ഞൊരു ഇവിടെ ഓപ്ഷൻ ഉണ്ട്, ക്ലിപ്പ് മേക്കർ. ഓക്കെ, സോ അതിനകത്ത് പോയിട്ട് താഴെ സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നമുക്ക് താഴെ മോർ ക്രിയേഷൻസും പറഞ്ഞ് അടുത്തൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മളെ പാൻസോയിഡിൻ്റെ ട്രെൻഡിങ് പേജ് തുറന്നു വരും. ഇവിടെയാണ് ഏറ്റവും ബെസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഇൻട്രോസും കാര്യങ്ങളൊക്കെ. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് പറയുന്നത് സെലക്ട് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയാലും കുറേ കാണാം. അല്ലെങ്കിൽ ഈ സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇഷ്ടമുള്ള ലൈക്ക് ഗ്ലിച്ച് ഇൻട്രോ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അപ്പോൾ തന്നെ അവിടത്ത് ക്ലിക്ക് ചെയ്യാണ്. സോ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഓപ്പൺ ഇൻ ക്ലിപ്പ് മേക്കർ 2 എന്നും പറഞ്ഞ് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക. എന്നാലേ നമുക്ക് നമ്മളെ പേരുകളൊക്കെ മാറ്റി അല്ലെങ്കിൽ നമ്മളെ സംഭവമൊക്കെ ഫുള്ള് സെറ്റാക്കാൻ പറ്റും. എനിക്കറിയാം എൻ്റെ നെറ്റ് ഷോക്കാണ്, അപ്പോൾ അത് പോട്ട്. സോ നമുക്ക് ലോഡിങ് കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് കിട്ടും. അപ്പോൾ സംഭവം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു കണ്ണിൻ്റെ ഒരു ഓപ്ഷനും പ്ലേൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. സോ നമ്മൾ ചെയ്യേണ്ട ജസ്റ്റ് ഈ കണ്ണിൻ്റെ ഓപ്ഷൻ നെക്കി കഴിഞ്ഞാൽ നമ്മളെ നോർമൽ ഇങ്ങനെ വീഡിയോയിൽ കാര്യങ്ങൾ കാണിക്കുന്ന അതേ ഒരു ആസ്പെക്ട് റേഷ്യോയിൽ വരും. എന്നിട്ട് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇൻട്രോയുടെ പ്രിവ്യൂ കാണാം. സോ ഇൻട്രോ എങ്ങനെ ഇരിക്കുമെന്ന് ആദ്യമേ നോക്കിയിട്ട് നമുക്ക് പേര് മാറ്റാം. സോ കിടക്കാനായിട്ട് ഇൻട്രോ ഉണ്ട്. ഓക്കെ, സോ നമ്മളെ തെറിച്ചൊക്കെ ഇൻട്രോ ഇരിപ്പുണ്ട്. ഇനി നമ്മളെ ഇൻട്രോ എഡിറ്റ് ചെയ്യണം. ലൈക്ക് നമ്മളെ ഇൻട്രോയിൽ നമ്മളെ പേരും നമ്മളെ ചാനലിൻ്റെ പേരൊക്കെ ഇങ്ങനെ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതിന് വേണ്ടി ജസ്റ്റ് നമ്മളെ ക്യൂബിൻ്റെ ഐക്കൺ എന്താ സൈഡിൽ ഇവിടെ ഉണ്ട്. സോ കുറേ ഓപ്ഷൻ കാണും, കൺഫ്യൂസ് ആവരുത്. ഇവിടെ ഒരു ക്യൂബിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യുക. സോ ഞാൻ ചെയ്യുന്ന പോലെ കറക്റ്റ് ചെയ്തു പോയാൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ക്യൂബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻട്രോയിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ട്, എന്തൊക്കെ ഒബ്ജക്ട്സ് ഉണ്ട് അതെല്ലാം ഇവിടെ കാണിക്കും. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റ് മാറ്റാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമേജ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. സോ നമുക്കിവിടെ ടെക്സ്റ്റാണ് മാറ്റേണ്ടത്. സോ താഴോട്ട് ഇച്ചിരി സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഇവിടെ ഇഷ്ടംപോലെ ടെക്സ്റ്റ് ഓപ്ഷനാണ്, 3-4 ഓപ്ഷൻ വേണമെങ്കിൽ കാണും. ഓക്കെ, അതൊക്കെ പോയിട്ട് നമുക്ക് ചെയ്യേണ്ടത് ജസ്റ്റ് നമ്മളെ ഈ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ സംഭവത്തിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ചെറിയതായിട്ടൊരു സ്ക്രോൾ സംഭവം ഇവിടെ വരും തുറന്ന്. അതിനകത്തോട്ട് ജസ്റ്റ് നിങ്ങൾ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഇൻട്രോ ഇതിനകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മളെ കീബോർഡ് തുറന്ന് വരും. ഇവിടുന്ന് ജസ്റ്റ് ബാക്ക് അടിച്ചിട്ട് നമ്മളെ പേര് ജസ്റ്റ് അടിച്ചു കൊടുക്കുക. ഓക്കെ, സോ ഇപ്പം ഞാൻ എൻ്റെ പേര് അടിക്കുക, അല്ലെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ സോ പേരടിച്ച് കഴിഞ്ഞാൽ ഈ താഴെ നമുക്കൊരു ആരോ മാർക്ക് കാണും. സോ അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളെ സംഭവം സേവ് ആകും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ട വീണ്ടും ഈ സംഭവം നിങ്ങൾ ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ താഴോട്ടാക്കുക. ഓക്കെ, സോ ഇതുപോലെ താഴോട്ടാക്കിയതിന് ശേഷം അടുത്ത നമുക്ക് രണ്ടാമത്തെ ഒരു ടെക്സ്റ്റ് ഇൻട്രോ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഇതിനകത്തോട്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ജസ്റ്റ് തിരിച്ച് നല്ല പാടാണ്. ഓക്കെ, കാരണം നമ്മൾ മൊബൈലിൽ ചെയ്യാണ്, കാരണം റിയലി ഇത് PC വേണ്ടി വന്ന സംഭവമാണ്. സോ ജസ്റ്റ് ഇതിനകത്ത് പോയിട്ട് ജസ്റ്റ് വീണ്ടും ഇൻട്രോ മാറ്റിയിട്ട് നിങ്ങൾ ആ അടിച്ച സെയിം പേര് തന്നെ തിരിച്ചടിച്ച് കൊടുക്കുക. ഓക്കെ, സോ നിങ്ങളുടെ പേരുകളിലേക്ക് അടിച്ച് കൊടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മളെ സംഭവം മിക്കവാറും സെറ്റാക്കാണ്. ഓക്കെ, ഇനി ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കിയാൽ നമ്മളെ പേര് ആ സെറ്റായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് മ്യൂസിക് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യണം. ഇപ്പോൾ എന്തെങ്കിലും തനി മലയാള പാട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതാ ഇവിടെ സൈഡിൽ ഇങ്ങനെ ആയി പോകുമ്പോഴത്തേക്കും മ്യൂസിക്കിൻ്റെ ഒരു ഓഡിയോ ട്രാക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പോയിട്ട് ജസ്റ്റ് ഓഡിയോ ഫയൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങളെ ഫയൽസിൽ കൂടെ നിങ്ങൾക്ക് പോയി ആഡ് ചെയ്യാമെന്നായിരിക്കും. ഓക്കെ, അപ്പോഴത്തേക്ക് ഇത് ഡയറക്റ്റ് ഇവിടുന്ന് മാറും. നിങ്ങൾ വേറൊരു ആപ്ലിക്കേഷനിൽ പോയിട്ട് എഡിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇതിനകത്ത് തന്നെ ഡയറക്റ്റ് ഫുൾ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ലഭിക്കും. ഓക്കെ, സോ നിങ്ങൾ ഈ സംഭവം കാര്യങ്ങൾക്ക് എഡിറ്റിംഗ് കാര്യങ്ങൾക്ക് മ്യൂസിക് കാര്യങ്ങൾക്ക് ആഡ് ചെയ്തെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴത്തെ ഡൗൺലോഡിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് ക്ലിക്ക്
ആയിട്ട് ജസ്റ്റ് നിങ്ങൾ മോഡ് സെലക്ട് ചെയ്യണം. ഓക്കെ, സോ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ നെറ്റ് നിങ്ങൾക്ക് സ്ലോ ആണെങ്കിൽ എക്സ്ട്രീം എന്ന് വെച്ചാൽ ഫാസ്റ്റ് റെൻഡർ ക്ലിക്ക് ചെയ്യുക, അപ്പോഴത്തേക്കും പെട്ടെന്ന് റെൻഡറായി കിട്ടും. പക്ഷേ നിങ്ങൾക്ക് നല്ല ഗുഡ് ക്വാളിറ്റി ചെയ്യണമെങ്കിൽ ഗുഡ് ക്വാളിറ്റി അല്ലെങ്കിൽ എക്സ്ട്രീം ക്വാളിറ്റി ചെയ്യുക, അപ്പോൾ ഇച്ചിരി സ്ലോ ആയിരിക്കും. സോ ഫോർമാറ്റ് നിങ്ങൾക്ക് NKV ആയിരിക്കും. സോ അതൊരു ഇഷ്യൂ ആണ്. സോ നിങ്ങൾ സ്റ്റാർട്ട് റെൻഡറിങ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരത്തിനുള്ളിൽ നമ്മളെ സംഭവം ഇവിടെ ബാർ ഫുൾ ആകുമ്പോൾ ഡൗൺലോഡ് ആയി കിട്ടും. സോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് MKV ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. സോ ജസ്റ്റ് ഫോർമാറ്റ് ശരിയാക്കാൻ വേണ്ടി ഗൂഗിളിൽ ജസ്റ്റ് MKV to MP3 എന്നും പറഞ്ഞ് ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് സംഭവം ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മളെ സംഭവം സെറ്റ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ യൂട്യൂബ് വീഡിയോസിലും എല്ലാത്തിലും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ ഗൈസ്, സോ ഇത്രയുള്ള വീഡിയോ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും പോയി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടാതെ നിങ്ങൾക്ക് സ്പൈഡർമാൻ്റെ ഒരു പുതിയ ലേറ്റസ്റ്റ് ഗെയിം ഇറങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കളിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റിൽ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് നിങ്ങൾക്ക് കാണാവുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.